ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ, അതായത് മുഖവും അതേപോലെ തന്നെ നമ്മുടെ കൈയും കാലും നല്ല ഭംഗിയുള്ളതാക്കാൻ, അതായത് കരുവാളിപ്പൊക്കെ മാറ്റി നല്ല സ്കിന്നിന് നല്ല തെളിച്ചം കിട്ടാൻ, നല്ല വൈറ്റനിങ് കിട്ടാൻ വേണ്ടിയുള്ളൊരു പായ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. വൈറ്റനിങ് പായ്ക്ക് മാത്രമല്ല, നമ്മുടെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്ക്രാപ്പർ കൂടി ഉൾപ്പെട്ട ഒരു പായ്ക്കാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആക്കി വെക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കരിവാളിപ്പ് അല്ലെങ്കിൽ ആ ഒരു ടാനൊക്കെ റിമൂവായി സ്കിന്നിന് നല്ല വൈറ്റനിങ് കിട്ടാനൊക്കെ സഹായിക്കും ഒരു പായ്ക്ക്. അപ്പോൾ പായ്ക്കിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തൊക്കെ, ഈ പായ്ക്കിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 1 സ്പൂണോളം കടലമാവ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ടർമറിക് പൗഡർ, കസ്തൂരി മഞ്ഞളാണ്. അതൊരു 1 സ്പൂണില്ല, ഒരു 3/4 സ്പൂണോളം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ കോഫി പൗഡർ. ഏത് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല. വീട്ടിൽ നമ്മൾ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, അതായാലും മതി. ഞാൻ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് എടുക്കുന്നത്. അപ്പം ഞാനിത് 1 സ്പൂണോളം കോഫി പൗഡറും കൂടി എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂണോളം അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു സ്ക്രബ്ബർ പോലെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തേൻ. 1 സ്പൂണ് തേനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഈ തേൻ നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും മോയ്സ്ചറൈസിങ് തരാനൊക്കെ സഹായിക്കും. അപ്പം സ്കിന്ന് ഈ ഒരു പായ്ക്കിട്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇത് ചേർക്കുന്നത്. അപ്പം നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് നമ്മുടെ റോസ് വാട്ടറും കൂടി എടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് റോസ് വാട്ടർ എടുക്കാം. ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്, മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അലോവേര ജെല്ലാണ്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ല എന്നുള്ളവർക്ക് മേടിക്കുന്ന അലോവേര ജെല്ലായാലും യൂസ് ചെയ്താൽ മതി. അപ്പം ഞാൻ 1 സ്പൂണോളം അലോവേര ജെല്ലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഹാൻഡിലോ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഹാൻഡിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു പായ്ക്കാണ് ഈ ഒരു പായ്ക്ക്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഹാൻഡിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും ലെഗിലും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കാണിത്. അപ്പോൾ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. അരിപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു സ്ക്രബ്ബറാണ്. അപ്പം മസാജ് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മുടെ ഈ മുട്ടിലൊക്കെ കറുത്ത പാടുകളുണ്ട്, അതിൽ മാറാനൊക്കെ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആയി കഴിയുമ്പം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നല്ലതായിട്ട് ഡ്രൈ ആകട്ടെ. ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിൽ വാഷ് ചെയ്തു കേട്ടോ. അപ്പം എല്ലാവർക്കും തന്നെ മനസ്സിലാകും ഈ കൈയുടെയും ഈ ഒരു കൈയുടെയും തമ്മിൽ ഡിഫറൻസ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പായ്ക്കാണ്. ഹാൻഡിലും അതുപോലെ തന്നെ ലെഗിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കാണ്. അപ്പോൾ ട്രൈ ചെയ്യുക, റിസൾട്ട് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.